ദി പ്രസന്റ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നൂറ്റാണ്ടുകളായി ആളുകളെ ആകർഷിച്ച ഇതിഹാസമായ അറ്റ്ലാന്റിസ് നഷ്ടപ്പെട്ട നഗരത്തിന്റെ നിഗൂഢതകളിലേക്ക് നമ്മൾ മുങ്ങുകയാണ്. അറ്റ്ലാന്റിസ് എന്തായിരുന്നു? അത് യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നു? ഈ നിഗൂഢ നഗരത്തിന് പിന്നിലെ സിദ്ധാന്തങ്ങളും കഥകളും പരിവേഷണം ചെയ്യുമ്പോൾ എന്നോടൊപ്പം ചേരൂ. സുഹൃത്തുക്കളെ, ഈ ഭൂപടം ഒന്ന് നോക്കൂ. അറ്റ്ലാന്റിസിന്റെ ഇതിഹാസത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ ഭൂപടം അറ്റ്ലാന്റിസിന്റെ പുരാണ ഭൂമിയെ കാണിക്കുന്നു. അറ്റ്ലാന്റിസിനെ കുറിച്ചുള്ള വിവരണങ്ങളുമായി ഇത് പൊരുത്തപ്പെടുന്നു. അറ്റ്ലാന്റിസ് അല്ലെങ്കിൽ ഭീമന്മാരുടെ കാലം. അറ്റ്ലാന്റിസ് വെറുമൊരു മിത്തായിരിക്കില്ലെന്ന് ഈ ഭൂപടം സൂചിപ്പിക്കുകയാണ്. അത് എവിടെ ആയിരിക്കാമെന്ന് ഇത് കൃത്യമായി കാണിക്കുന്നു. നിലവിലെ ലോകത്തിൻ്റെ രേഖകൾ കൃത്യമാണ്. ഇത് നന്നായി നിർമ്മിച്ച ഒരു ഭൂപടമാണ്. 1800കളുടെ അവസാനത്തിലാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്. എന്നിട്ടും 1 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അത് നിലവിലുണ്ടെന്ന് അവകാശപ്പെടുന്ന അറ്റ്ലാന്റിസും മറ്റ് അത്ഭുതകരമായ കാര്യങ്ങളും ഇത് കാണിക്കുന്നു. മനുഷ്യ നാഗരികതയുടെ ഏറ്റവും വലിയ നിഗൂഢതകൾ വിശദീകരിക്കുന്നതായി ഈ ഭൂപടങ്ങൾ അവകാശപ്പെടുന്നു. പുരാതന നാഗരികതകൾ പരസ്പരം സംസാരിക്കാതെ സമുദ്രങ്ങൾക്ക് കുറുകെ സമാനമായ ഘടനകൾ എങ്ങനെ നിർമ്മിച്ചുവെന്ന് അവ കാണിക്കുന്നു. നാഗരികതയുടെ കഥയും സാങ്കേതിക വിദ്യ എങ്ങനെ വ്യാപിച്ചു എന്നത് നിഗൂഢമായി തുടരുന്ന സാഹചര്യത്തിൽ ഈ ഭൂപടം ചെറിയൊരു സൂചന നൽകുകയാണ്. അറ്റ്ലാന്റിസ് യഥാർത്ഥമാണെന്നും അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഈ ഭൂപടങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അറ്റ്ലാന്റിസ് എവിടെയായിരിക്കാമെന്ന് കാണിക്കുന്ന ഒരു നിധി പോലെയാണ് ഈ ഭൂപടങ്ങൾ. ചരിത്രത്തെ വിശദീകരിക്കുകയും അറ്റ്ലാന്റിസ് യഥാർത്ഥമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു പുസ്തകത്തിൻ്റെ ഭാഗമാണ് അവ. ഈ ഭൂപടങ്ങളെക്കുറിച്ചും അറ്റ്ലാന്റിസിൻ്റെ കഥയെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറയാം. അറ്റ്ലാന്റിസ് എന്താണ്? പ്ലേറ്റോയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. 2400 വർഷങ്ങൾക്ക് മുമ്പ് ഏതൻസിൽ അദ്ദേഹം ഒരു തത്വചിന്തകനായിരുന്നു. നീതി, വിദ്യാഭ്യാസം, സർക്കാർ, ശാസ്ത്രം എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ പാശ്ചാത്യ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ ഒരു രചനയിൽ അറ്റ്ലാന്റിസ് എന്ന സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഹെർക്കുലീസിൻ്റെ തൂണുകൾക്കപ്പുറത്തുള്ള ഒരു ഉട്ടോപ്പിയയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരത്തിന് വൃത്തങ്ങൾ, കനാലുകൾ, അപൂർവ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച മതിലുകൾ എന്നിവ ഉണ്ടായിരുന്നു. നൂതന സാങ്കേതിക വിദ്യയും എഞ്ചിനീയറിംഗും, ഒരു വലിയ കൊട്ടാരവും സ്വർണ്ണ പ്രതിമകളും ഉണ്ടായിരുന്നു. വിശാലമായ ഒരു വലിയ ദ്വീപ്, നാഗരികത ഭരിക്കുന്ന ശക്തമായ ഒരു സൈന്യവും നാവികസേനയും അറ്റ്ലാന്റിസിനുണ്ടായിരുന്നു. മിക്ക ചരിത്രകാരന്മാരും കരുതുന്നത് പ്ലേറ്റോ ഒരു യഥാർത്ഥ സ്ഥലത്തെ വിവരിക്കുന്നില്ല എന്നാണ്. പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലാന്റിസ് ഉട്ടോപ്പിയയും മനുഷ്യന്റെ അഭിമാനത്തെയും കുറിച്ചുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള ഒരു കഥയായിരുന്നു. അത് യഥാർത്ഥമായിരുന്നില്ല എന്ന് വേണം പറയാൻ. എന്നാൽ അറ്റ്ലാന്റിക്കിലെ ഒരു വികസിത നാഗരികത എന്ന ആശയം നിലനിന്നു. പ്രത്യേകിച്ച് 1500കളിലെ യൂറോപ്യൻ പരിവേഷണ സമയത്ത് സമ്പത്തും സാങ്കേതിക വിദ്യയും നിറഞ്ഞ അറ്റ്ലാന്റിസ് പോലുള്ള നഷ്ടപ്പെട്ട ഒരു നാഗരികത കണ്ടെത്തുമെന്ന് പരിവേഷകർ പ്രതീക്ഷിച്ചു. 2025 പോലും അങ്ങനെ നിധികളും സ്വർണ്ണ കൊട്ടാരങ്ങളുടെയും അവശിഷ്ടം കണ്ടെത്താനിരിക്കുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നവർ ഉണ്ട്. 1800കളിൽ ശാസ്ത്ര വിപ്ലവ കാലത്ത് അറ്റ്ലാന്റിസിനോടുള്ള താല്പര്യം വീണ്ടും വളർന്നു. ഒരു കാലത്ത് പുരാണങ്ങളാണെന്ന് കരുതിയിരുന്ന നഷ്ടപ്പെട്ട നഗരങ്ങളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയായിരുന്നു. ഇത് അറ്റ്ലാന്റിസ് ഉൾപ്പെടെയുള്ള മറ്റു പുരാണങ്ങളെക്കുറിച്ച് ആളുകളെ ജിജ്ഞാസുക്കളാക്കി. അക്കാലത്ത് ഭൂമി ചെറുപ്പമാണെന്ന് പലരും വിശ്വസിച്ചു. ചരിത്രത്തിനായി ബൈബിളിനെ ആശ്രയിച്ചു. എന്നാൽ ശാസ്ത്രജ്ഞർ ശാസ്ത്രത്തോടൊപ്പം അറ്റ്ലാന്റിസിനെ പരിവേഷണം ചെയ്യാൻ തുടങ്ങി. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്ന ഫോസിലുകളെ വിശദീകരിച്ചുകൊണ്ട് ഭൂഖണ്ഡങ്ങൾ ചലിക്കുന്നതായി അവർ കണ്ടെത്തി. ഈജിപ്തുകാരുടെയും മായന്മാരുടെയും പിരമിഡുകൾ പോലുള്ള സാംസ്കാരിക സമാനതകളും ഈ കണ്ടെത്തലുകൾ അറ്റ്ലാന്റിസിന്റെ മിത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പങ്കിട്ട വികസിത നാഗരികത ഉണ്ടായിരിക്കാമെന്ന് ആളുകളെ ചിന്തിപ്പിച്ചു. സുഹൃത്തുക്കളെ, കാരണം വ്യക്തമാണ്. ഇന്ന് നിലനിൽക്കുന്ന പിരമിഡുകൾ ആര് നിർമ്മിച്ചു? സാങ്കേതിക വിദ്യകളില്ലാതെ അവ എങ്ങനെ നിർമ്മിക്കപ്പെട്ടു? ഇവയെല്ലാം അറ്റ്ലാന്റിസ് എന്ന നാഗരികതയുടെ ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു. എല്ലാ അറിവുകളും ആരംഭിച്ചത് ഒരു നാഗരികതയിലായിരുന്നെങ്കിലും പുതിയതും പഴയതുമായ ലോകങ്ങൾക്കിടയിലുള്ള ഒരു നാഗരികത, അത് പ്ലേറ്റോയുടെ അറ്റ്ലാന്റിസ് ആയിരുന്നെങ്കിലും ഈ സാഹചര്യത്തിൽ ഇന്നും ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ്. യൂറോപ്പിലെയും അമേരിക്കയിലെയും ആളുകൾ അറ്റ്ലാന്റിസിനെ കുറിച്ച് ശാസ്ത്രീയമായി ചിന്തിക്കാൻ തുടങ്ങി. അവർ പുസ്തകങ്ങൾ എഴുതി, പ്രഭാഷണങ്ങൾ നടത്തി, ഭൂപടങ്ങൾ നിർമ്മിച്ചു. ഇപ്പോൾ കഥ രസകരമാകുന്നു. ഒരു ഭൂപട നിർമ്മാതാവായി മാറിയ ഒരു സ്കോട്ടിഷ് ബാങ്കർ 1800കളുടെ അവസാനത്തിലും 1900കളുടെ തുടക്കത്തിലും ചില ഭൂപടങ്ങൾ നിർമ്മിച്ചു. അക്കാലത്ത് ശാസ്ത്രം നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റിമറിക്കുകയായിരുന്നു. എന്നാൽ ഒരു ആത്മീയ പ്രസ്ഥാനവും ഉണ്ടായിരുന്നു. ആളുകൾ ശാസ്ത്രത്തെ പഴയ മതപരമായ ആശയങ്ങളുമായി കലർത്തി.
യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവർ ദുർബലമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ആത്മീയ ആശയങ്ങൾ കൊണ്ട് വിടവുകൾ നികത്തുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പുരാവസ്തു ശാസ്ത്രം ഇന്നത്തെ പോലെ പുരോഗമിച്ചിരുന്നില്ല. അത് അറ്റ്ലാന്റിസിനെ അത്തരം ആശയങ്ങൾക്ക് അനുയോജ്യമായ വിഷയമാക്കി മാറ്റി. ഈ ചിന്തയാണ് ഈ മാപ്പുകളിലേക്ക് നയിച്ചത്. അറ്റ്ലാന്റിസ് അറ്റ് ഇറ്റ്സ് പ്രൈം എന്ന ആദ്യ മാപ്പ് വില്യം സ്കോട്ട് എലിയറ്റ് സങ്കല്പിച്ചതുപോലെ ആധുനിക ലോകത്തെ കറുപ്പിലും പുരാതന ലോകത്തെ ചുവപ്പിലും കാണിക്കുന്നു. നീല കലർന്ന പച്ച നിറം മറ്റൊരു പുരാതന ഭൂപ്രദേശത്തെ കാണിക്കുന്നു. പക്ഷേ നമുക്ക് ചുവപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതാണ് അറ്റ്ലാന്റിസ്. സമുദ്രങ്ങൾ ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ ലോകം എങ്ങനെ മാറിയെന്ന് ഈ ഭൂപടങ്ങൾ കാണിക്കുന്നു. ടെക്ടോണിക് പ്ലേറ്റ് ചലനങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പടിഞ്ഞാറൻ തീരം ഒരു കാലത്ത് വെള്ളത്തിനടിയിലായിരുന്നു. വില്യം സ്കോട്ട് എലിയറ്റ് തന്റെ അറ്റ്ലാന്റിസ് പതിപ്പ് സൃഷ്ടിക്കാൻ യഥാർത്ഥ ശാസ്ത്രം ഉപയോഗിച്ചു. ഈ ചുവന്ന പ്രദേശത്തെയാണ് അദ്ദേഹം അറ്റ്ലാന്റിസ് ഭൂഖണ്ഡം എന്ന് വിളിച്ചത്. അതിൽ പ്രധാന നഗരത്തിന് ഗോൾഡൻ ഗേറ്റുകളുടെ നഗരം എന്ന് പേരിട്ടു. അറ്റ്ലാന്റിസിനെ വിശദമായി വിവരിക്കുന്ന ഒരു പുസ്തകവും അദ്ദേഹം എഴുതി. അത് വളരെ രസകരമാണ്. പ്ലേറ്റോ വിശേഷിപ്പിച്ചതിൽ ഭൂരിഭാഗവും ഇത് പിന്തുടരുന്നു. സങ്കീർണമായ കനാലുകൾ, കൊട്ടാരങ്ങൾ, മറ്റ് ഘടനകൾ എന്നിവയാൽ നിറഞ്ഞ ഒരു വൃത്താകൃതിയിലുള്ള നഗരം. എന്നാൽ വില്യം സ്കോട്ട് എലിയറ്റ് അതിനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ ഉന്നതിയിലെത്തിയതായി കരുതപ്പെടുന്ന ഒരു പുരാതന നാഗരികത. ഈ അറ്റ്ലാന്റിസിനെ കുറിച്ചുള്ള മിക്ക വിശദാംശങ്ങളും ശാസ്ത്രീയ ഗവേഷണത്തിലൂടെയല്ല, മറിച്ച് സ്കോട്ട് എലിയറ്റിന്റെ ആത്മീയ വ്യക്തതയിലൂടെയാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ കാലത്തെ ചില ശാസ്ത്രീയ വസ്തുതകളുമായി കൂടിച്ചേർന്നതാണ്. അറ്റ്ലാന്റിസിനെ അതിന്റെ കേന്ദ്രത്തിൽ ഒരു വലിയ കൊട്ടാരമുള്ള ഒരു വൃത്താകൃതിയിലുള്ള നഗരമായി വിശേഷിപ്പിക്കുന്നു. അതിന്റെ എഞ്ചിനീയറിംഗ് വളരെ പുരോഗമിച്ചു. നഗരത്തിലെ വെള്ളം കൈകാര്യം ചെയ്യുന്നതിനുള്ള സങ്കീർണമായ ഒരു കനാൽ സംവിധാനം ഉൾക്കൊള്ളുന്നു. കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഒരു ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ഒരു അണ്ടർ വാട്ടർ റിസർവോയർ പോലും ഉണ്ട്. അതിന്റെ ഉന്നതിയിൽ 2 ദശലക്ഷം ആളുകൾ അവിടെ താമസിച്ചിരുന്നുവെന്നും പ്രത്യേക ശക്തികളും സവിശേഷതകളുമുള്ള ഒരു അതുല്യമായ അറ്റ്ലാന്റിയൻ വംശത്തെ രൂപപ്പെടുത്തിയെന്നും സ്കോട്ട് എലിയറ്റ് അവകാശപ്പെട്ടു. വ്യത്യസ്തമായ ഒരു തലത്തിൽ നിന്നുള്ള ഊർജത്താൽ പ്രവർത്തിക്കുന്ന പറക്കുന്ന യുദ്ധക്കപ്പലുകൾ പോലെ ഈ വംശം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു. അറ്റ്ലാന്റിയക്കാർ ലോഹ ഷീറ്റുകളിൽ എഴുതി, മൃഗങ്ങളുടെ രക്തം കുടിച്ചു, വിഷവാതകം പുറപ്പെടുവിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു, സ്ത്രീകളെ ഒരുപോലെ പരിഗണിച്ചു. ആകർഷകമായ വിശദാംശങ്ങൾ അല്ലേ? പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് കെട്ടുകഥയാണോ? അതോ സ്കോട്ട് എലിയറ്റ് ശാസ്ത്രം വെളിപ്പെടുത്താൻ ശ്രമിച്ചതാണോ? യഥാർത്ഥ ഭൂപടങ്ങളോട് സാമ്യമുള്ള വിശദമായ ഭൂപടങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. എന്നാൽ അമാനുഷിക ശക്തികളുള്ള ഒരു നാഗരികതയെ അദ്ദേഹം വിവരിച്ചു. സ്കോട്ട് എലിയറ്റിന്റെ അഭിപ്രായത്തിൽ 8 ലക്ഷം വർഷങ്ങൾക്കു മുമ്പ് ഒരു ആഗോള ദുരന്തമായിരുന്നു. ഒരു ഹിമയുഗം ഗ്രഹത്തെ പുനർനിർമ്മിക്കുകയും അറ്റ്ലാന്റിസ് ക്രമേണ കടലിൽ മുങ്ങാൻ കാരണമാവുകയും ചെയ്തു. BC 9564 ആയപ്പോഴേക്കും നോഹയുടെ ബൈബിൾ വെള്ളപ്പൊക്കവുമായി അദ്ദേഹം ബന്ധിപ്പിച്ച ഒരു വലിയ വെള്ളപ്പൊക്കം അറ്റ്ലാന്റിസിനെ പൂർണ്ണമായി മുക്കി. അത് മുങ്ങുന്നതിന് മുമ്പ് അതിലെ ആളുകൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിപ്പോയി. അവരുടെ വിപുലമായ അറിവ് പ്രചരിപ്പിച്ചു. സ്കോട്ട് എലിയറ്റ് ഈജിപ്തിലെയും മായന്മാരുടെയും പിരമിഡുകൾ വിശദീകരിക്കാൻ ഇത് ഉപയോഗിച്ചു. അതായത് അറ്റ്ലാന്റിയക്കാരുടെ പിൻഗാമികളാണ് ആര്യൻ വംശമായി മാറിയതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അത് ഏറ്റവും പുരോഗമിച്ച നാഗരികതയായി അദ്ദേഹം കണക്കാക്കി. സുഹൃത്തുക്കളെ, എന്റെ അഭിപ്രായത്തിൽ ഈ കഥ യഥാർത്ഥ ശാസ്ത്രത്തെയല്ല, ആത്മീയ വെളിപ്പെടുത്തലുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കപടശാസ്ത്രീയ ശ്രമമാണ്. എന്നിരുന്നാലും അക്കാലത്ത് ചിലർ ഇത് അംഗീകരിച്ചിരുന്നു. വലിയ ചോദ്യം, സ്കോട്ട് എലിയറ്റ് എന്തിനാണ് ഈ വിപുലമായ ആഖ്യാനം സൃഷ്ടിച്ചത്? എന്റെ സിദ്ധാന്തം, അദ്ദേഹം അത് ആത്മാർത്ഥമായി വിശ്വസിച്ചു എന്നതാണ്. പലരെയും പോലെ സ്കോട്ട് എലിയറ്റ് തനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢതകൾ വിശദീകരിക്കുന്നതിനായി ഒരു ലോകവീക്ഷണം നിർമ്മിച്ചു. യുക്തിസഹവും ആത്മീയവുമായ ഘടകങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന് അർത്ഥവത്തായ ഒരു കഥ രൂപപ്പെടുത്തി. 120 വർഷങ്ങൾക്ക് മുമ്പുള്ള ചില സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരുണ്ട നിറമുള്ള ആളുകളെ പിന്നോക്കക്കാരായി കണക്കാക്കുകയും വികസിതരായി കാണപ്പെട്ട വെളുത്ത യൂറോപ്യന്മാർ അവരുടെ സംസ്കാരം മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്ത ഒരു ലോകമായിരുന്നു അവ വിവരിച്ചത്. ഇത് ഒരു ഉയർന്ന ആര്യൻ വംശത്തിന്റെ ആശയത്തിലേക്ക് നയിച്ചു. അത് 1930കൾ വരെ നീണ്ടുനിന്നു. ഹോളോകോസ്റ്റിന്റെ ശില്പിയായ ഹെൻറിച്ച് ഹിംലർ 2ാം ലോക മഹായുദ്ധത്തിനു മുമ്പ് പുരാവസ്തു പരിവേഷണങ്ങൾക്ക് ധനസഹായം നൽകി ഈ ആശയം തെളിയിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് ഒരു ഇന്ത്യാന ജോൺസ് സിനിമയിൽ ലളിതമായി കാണിച്ചിട്ടുമുണ്ട്. ചില നാസികൾ ജർമ്മനികളുടെ പൂർവികർ അറ്റ്ലാന്റിസിൽ നിന്നാണ് വന്നതെന്നും അത് മുങ്ങിയപ്പോൾ രക്ഷപ്പെട്ടതായും വിശ്വസിച്ചു. ചരിത്രത്തിലെ ഭയാനകമായ അക്രമ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ വില്യം സ്കോട്ട് എലിയറ്റ് സമാനമായ കഥകൾ സൃഷ്ടിച്ചു. ഇപ്പോൾ വലിയ ചോദ്യം, അറ്റ്ലാന്റിസ് നിലവിലുണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ടോ?
നിങ്ങൾ ഊഹങ്ങൾ ഉപയോഗിച്ച് ഒഴിവുകൾ പൂരിപ്പിച്ച നിങ്ങൾക്ക് തെളിവുകൾ കണ്ടെത്താനാകും. പക്ഷേ നിങ്ങൾ ശാസ്ത്രത്തെ ആശ്രയിക്കുകയാണെങ്കിൽ പല ശാസ്ത്രജ്ഞരും കാലക്രമേണ തെളിവുകളെക്കുറിച്ച് വാദിക്കുന്നുണ്ടെങ്കിൽ പോലും അറ്റ്ലാന്റിസിന് ശാസ്ത്രീയ തെളിവില്ല. അത്തരമൊരു ശാസ്ത്രീയ തെളിവ് കൃത്യമായി കണ്ടുപിടിച്ചിട്ടുമില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം, അപ്പോൾ പിരമിഡുകൾ നിർമ്മിക്കപ്പെട്ടതോ? വലിയ പുരോഗതി നേടിയ സമൂഹം ജീവിച്ചിരുന്നതിന് ഇത് തെളിവല്ലേ? സുഹൃത്തുക്കളെ, പിരമിഡുകൾ നിഗൂഢമായി തുടരുന്നു. വിവിധ സമൂഹങ്ങൾ വ്യത്യസ്ത തരത്തിൽ അവയുടെ കഥ പറയുന്നു എന്നതാണ് വാസ്തവം. പിരമിഡുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും അറ്റ്ലാന്റിസിന്റെ കഥ ഇപ്പോഴും ജനപ്രിയമാണ്. കാരണം അത് ആശ്വാസകരവും ആവേശകരവുമാണ്. നഷ്ടപ്പെട്ട രഹസ്യങ്ങളിൽ വിശ്വസിക്കാൻ പലരും ഇഷ്ടപ്പെടുന്നു. അറ്റ്ലാന്റിസ് നഷ്ടപ്പെട്ട നഗരത്തെക്കുറിച്ചുള്ള നമ്മുടെ പരിവേഷണത്തിന്റെ അവസാനത്തിലേക്ക് അത് നമ്മെ എത്തിക്കുകയാണ്. നിഗൂഢത പരിഹരിക്കപ്പെടാതെ തുടരുമ്പോൾ അറ്റ്ലാന്റിസിന്റെ കഥ ലോകമെമ്പാടും, ഇവിടെ കേരളത്തിലും ഉൾപ്പെടെ ജിജ്ഞാസയും അത്ഭുതവും ഉണർത്തുന്നത് തുടരുന്നു. ഒരു മുന്നറിയിപ്പ് കഥയായാലും കണ്ടെത്തലിനായി കാത്തിരിക്കുന്ന നഷ്ടപ്പെട്ട ഒരു നാഗരികതയായാലും അറ്റ്ലാന്റിസ് നമ്മുടെ ഭാവനയെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ യാത്ര നിങ്ങൾ ആസ്വദിച്ചെങ്കിൽ കൂടുതൽ ആകർഷകമായ കഥകൾക്കായി ദി പ്രസന്റ് ടോക്സിന്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ കാണാം.